അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഖ്തസറു 90 അഹ്വാലുൽ മുസ്നദ് 3 പേജ് നമ്പർ 135. വ അമ്മാ ദിക്റുഹു ഫലിമാ മറ. വ അമ്മാ ദിക്റുഹു ഐ ദിക്റുൽ മുസ്നദി, മുസ്നദിനെ പറയൽ, ഫലിമാ മറ അത് മാമറക്ക് വേണ്ടിയിട്ടാണ്, കഴിഞ്ഞു പോയതിന് വേണ്ടിയിട്ടാണ്. എവിടെ കഴിഞ്ഞുപോയി? ഫീ ദിക്രിൽ മുസ്നദ് ഇലൈഹി, മുസ്നദ് ഇലൈഹിയെ പറയുന്നതിൽ കഴിഞ്ഞു പോയ ഒരു കാരണത്തിന് വേണ്ടി. അതെന്തിനാലാണ്? മിൻ കൗനിഹി, ആ പറയലാവലിനാൽ, അസ്ലാവലിനാൽ. മുസ്നദും മുസ്നദ് ഇലൈഹിം രണ്ടും കലാമിന്റെ റുക്നാകുമ്പോൾ അത് പറയലാണ്, രണ്ടിൻ്റെയും അസ്ല്, രണ്ടിനെയും പറയലാണ് അസ്ല്. അതുകൊണ്ട് പറഞ്ഞു, അതുകൊണ്ടാണ് പറയുന്നത്. മിൻ കൗനിഹി, ആ പറയലാവലിനാൽ, അസ്ലാവലിനാൽ. മഅ അദമിൽ മുഖ്തദീലിൽ ഉദൂലി അൻഹു, ആ പറയലിനെ തൊട്ട് തെറ്റലിനെ തേടുന്ന കാര്യം ഇല്ലാതിരിക്കലോടുകൂടെ. ചിലപ്പോൾ പറയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും. കാരണം ഖബർ ഇപ്പം മുസ്നദാണല്ലോ, മുബ്തദ ഖബർ മുസ്നദാണ്. അതുപോലെ തന്നെ ഫിഇലും മുസ്നദാണ്, ഫിഇലും ഫായിലും. ഈ ഖബറിനെ കളിയൽ നിർബന്ധമാകുന്ന കുറെ സ്ഥലങ്ങളുണ്ട്. ഖബറിനെ കളിയൽ നിർബന്ധമാകുന്ന സ്ഥലം അൽഫയിൽ കാണാം. യജിബു അദ്ഫുൽ ഖബരി ഫി അർബഇ മസായില. അൽ ഊല അൻ യകൂനൽ മുബ്തദഉ ബഅദ ലൗലൽ ഇംതിനാഇയ്യത്തി അയ്യദ്ദാലത്തി അലംതിനാഇ സാനി ലിഉജൂദിൽ അവ്വലി വൽ ഖബറു കൗനൻ മുത്ലഖൻ വഇലൈഹി അശാറ ബിഖൗലിഹി വബഅദ ലൗല ഗാലിബൻ ഹദഫുൽ ഖബർ ഹത്മുൻ വഫി നസ്സി യമീനിൻ ദസ്തഖർ وبعد واو عينت مفهوم مع كمثل كل صانع وما صنع وقبل حال لا تكون خبرا عن الذي خبره قد أضمرا كالربي العبد مسيئا وأتم تبييني الحق منوطا بالحكم. ഈ 4 ബൈത്തിലും കൂടി ഖബറിനെ കളയുന്ന വിഷയങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? മുഖ്തലി ഉണ്ട്, ഖബറിനെ കളയാനുള്ള മുഖ്തലി ഇവിടെയുണ്ട്, ഈ 4 മസ്അലയിലുണ്ട്. അപ്പോൾ പിന്നെ പറയാൻ പാടില്ല. അതാണ് ഖബറിനെ പറയലിനെ തൊട്ട് തെറ്റലിനെ തേടുന്ന കാര്യം ഇല്ലാതിരിക്കലോടുകൂടെ. അപ്പോൾ കളയൽ നിർബന്ധമാകുന്നൊരു മൂജിബില്ല, കളയലിനെ നിർബന്ധമാക്കുന്നൊരു മൂജിബ് ഇല്ല. അതുകൊണ്ട് അസ്ല് എന്താണ്? പറയലാണ്. ആ നിലക്ക് മുസ്നദിനെ പറയും. പിന്നെ ഒമിനൽ ഇഹ്തിയാത്തി, സൂക്ഷ്മത പാലിക്കുന്നതിനാലും. സൂക്ഷ്മത പാലിക്കുക എന്ന് പറഞ്ഞാൽ കളയാൻ പറ്റുന്ന കരീനത്തുള്ളത് കൊണ്ട് അവിടെ കളയൽ ജായിസാണ്. കളയൽ ജായിസായോടത്ത് കരീനത്തിനെ ആശ്രയിക്കൽ ദുർബലമായതിന് വേണ്ടി അവിടെ പറയേണ്ടി വരും. കാരണം കരീനത്ത് കളയാനുള്ള മുഖ്തലി അവിടെ ഉണ്ടെങ്കിലും, പക്ഷേ ആ മുഖ്തലി അതാണല്ലോ കരീനത്ത്. ആ കരീനത്തിൻ്റെ മേൽ ഇഅ്തിമാദ് ചെയ്യൽ ലഈഫാണ്. ആർക്ക്? ഈ കേൾക്കുന്നവന്, മുഹാത്തബിന്. ഒരു മുത്തകല്ലിമ് ഖബറിനെ കളഞ്ഞ് സംസാരിക്കുമ്പോൾ, അതായത് മുസ്നദിനെ കളഞ്ഞ് സംസാരിക്കുമ്പോൾ, ഒരു മുത്തകല്ലിമ് സംസാരിക്കുമ്പോൾ
മുസ്ലിദിനെ കളയാനുള്ള കരീനത്ത് ഉണ്ടായതുകൊണ്ട് അവിടെ കളഞ്ഞ് സംസാരിക്കുമ്പോൾ ആ കരീനത്തിന്റെ മേൽ ഇഅ്തിമാദ് ചെയ്ത് മനസ്സിലാക്കാനുള്ള ഖുവ്വത്ത് ആർക്കില്ല? മുഖാത്തബിനില്ല. അവിടെ സൂക്ഷ്മത എന്താണ്? മുസ്ലിദിനെ പറയലാണ്. അതാണ്. അതായത് സൂക്ഷ്മത അല്ല, പറയൽ നിർബന്ധമായോടത്ത് പറയൽ സൂക്ഷ്മതയല്ല, അത് നിർബന്ധമാണല്ലോ. കളയാൻ പറ്റുന്നോടത്ത് പറയൽ, അതാണ് ഇഹ്തിയാത്ത്. അതാണ് ഒമിനുൽ ഇഹ്തിയാത്തി, മുൻകരുതൽ എന്ന നിലക്കും അതായത് സൂക്ഷ്മത പാലിക്കുന്നതിനാലും ആ മാമറയാണത്. അലൽ കരീനത്തി, കരീനത്തിന്റെ മേൽ ആശ്രയിക്കൽ എന്താണ്? ദുർബലമായതിന് വേണ്ടി. ഏതുപോലെ? മിസ്ലു ഖലഖഹുന്നൽ അസീസുൽ അലീം എന്ന് പറയും പോലെ. ഒരു സുഹ്റഫ് സൂറത്തിലെ 9-ാമത്തെ ആയത്താണ്. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ ലയഖൂലുന്ന ഖലഖഹുന്നൽ അസീസുൽ അലീം. തങ്ങൾ അവരോട് ആകാശഭൂമിയെ സൃഷ്ടിച്ചവൻ ആരാണെന്ന് ചോദിച്ചാൽ ലയഖൂലുന്ന, അവർ പറയും ഖലഖഹുന്നൽ അസീസുൽ അലീം, അസീസും അലീമുമാണ് അതിനെ പടച്ചത്. ഇവിടെ ഖലഖഹുന്ന എന്ന മുസ്ലിദിനെ കളയാനുള്ള കരീനത്തുണ്ട്. അത് മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. 133-ാം പേജിൽ വലാ ബുദ്ദലിൽ ഹദിഫി മിൻ കരീനത്തി, കളയലിന് കരീനത്ത് കൂടാതെ കഴിയൂല. ആ കരീനത്ത് ഏതുപോലെയൊക്കെ ഉഖൂഇൽ കലാമി ജവാബൻ ലി സുആലിൻ മുഹഖഖി, ഒരു മുഹഖഖായ സുആലിന്റെ ജവാബായിട്ട് കലാം വരും പോലെ. എന്നിട്ട് അവിടെ ഒരു ആയത്ത് പറഞ്ഞു. അത് ലുഖ്മാൻ സൂറത്തിലെ 25-ാമത്തെ ആയത്താവാം, അല്ലെങ്കിൽ സുമർ സൂറത്തിലെ 38-ാമത്തെ ആയത്ത്. രണ്ടും ഒന്ന് തന്നെയാണ്. എന്ത്? വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ ലയഖൂലുന്നല്ലാഹ്, അതാണ്. ഐ ഖലഖഹുന്നല്ലാഹു എന്നാണ് അവിടെ ഉള്ളത്. അവർ മുഹഖഖായ ചോദ്യത്തിന്റെ ജവാബായതുകൊണ്ട്, മുഹഖഖാ സുആൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ആയത്തിൽ തങ്ങൾ ചോദിച്ചാൽ, അപ്പൊ ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് അവർ മറുപടിയും പറഞ്ഞിട്ടില്ല. അപ്പൊ ആ ചോദ്യവും മറുപടിയും ഉണ്ടാവുകയാണെങ്കിൽ എന്നർത്ഥം. അതപ്പോഴാ സുആൽ മുഹഖഖാവല്. തങ്ങളത് ചോദിക്കുകയും അവര് അല്ലാഹു എന്ന് മറുപടി പറയുകയും ചെയ്താൽ, അപ്പൊ തങ്ങൾ ചോദിക്കുകയാണ് മൻ ഖലഖസ് സമാവാതി വൽ അർദ, അപ്പൊ അവർ അല്ലാഹു എന്ന് മറുപടി പറയും. ഒരു ചോദ്യത്തിന്റെ ജവാബായിട്ടാണ് അല്ലാഹു എന്നുള്ളത്. അവിടെ മുഹഖഖ ചോദ്യത്തിന്റെ ജവാബായതുകൊണ്ട് മുസ്നദിനെ കളഞ്ഞു, അത് കരീനത്താണ്. ചോദ്യത്തിന്റെ ജവാബിൽ മുസ്നദിനെ കളയാം. അൽഫിയിലും പറഞ്ഞിട്ടുണ്ടല്ലോ. എവിടെ? വഹദുഫുമാ യുഇലമു ജായിസുൻ കമാ തഖൂലു സൈദുൻ ബഅദ മൻ ഇൻദകുമാ. മൻ ഇൻദകുമാ എന്ന ചോദ്യമാണ്. വഹദുഫുമാ യുഇലമു ജായിസുൻ കമാ തഖൂലു സൈദുൻ ബഅദ മൻ ഇൻദകുമാ. അത് മൻ ഇൻദകുമന്റെ ശേഷം നീ സൈദുൻ എന്ന് പറഞ്ഞോ. നിങ്ങൾ അടുക്കലും ആരാണോ അവിടെ സയ്യിദുൻ എന്ന് പറഞ്ഞാൽ മതി. ചോദ്യത്തിന്റെ ജവാബായിട്ട് ഇന്ധനാ സയ്യിദുൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്നതുപോലെ അതിന്റെ ഇപ്പുറത്തുള്ള ബൈത്ത് ഇവിടെ എന്തിനെ കളഞ്ഞു? മന്നിന്തക്കുമാ സയ്യിദുൻ. അവിടെ മുസ്നദ് ഇലൈഹിയെ കളഞ്ഞതിനാണ്. അതിന്റെ ഇപ്പുറത്തുള്ള ബൈത്ത് വഫീ ജവാബി കൈഫ സയ്യിദുൻ ഖുൽദനീഫ് ഫസയ്യിദുൻ ഉസ്തൂരിയ അൻഹു ഇദുരിഫ്. കൈഫ സയ്യിദുൻ നീ പറഞ്ഞോ ധനീഫ് രോഗിയാണ്. ഇവിടെ മുസ്നദ് ഇലൈഹിയെ കളഞ്ഞു. മന്നിന്തക്കുമാ എന്നുള്ളോർത്തോ സയ്യിദുൻ, അവിടെ മുസ്നദിനെ കളഞ്ഞു. അവിടെയാണ് നമ്മളെ വിഷയം. മന്നിന്തക്കുമാ നിങ്ങൾ രണ്ടാളുക്കൽ ആരാണ്? സയ്യിദുൻ, അതായത് ഇന്ധന സയ്യിദുൻ അല്ലെങ്കിൽ സയ്യിദുൻ ഇന്ധന.
അപ്പോൾ മുസ്നദിനെ കളഞ്ഞു, ചോദ്യത്തിന്റെ ജവാബായതുകൊണ്ടാണ്. അതാണ് ഇവിടെയും പറഞ്ഞത്. ഈ ഇവിടെ സഅൽതഹും മൻ ഖലഖ 133 പേജിൽ പറഞ്ഞല്ലോ, കരീനത്ത് എന്നാണ് ഒരു മുഹഖഖ ചോദ്യത്തിന്റെ ജവാബാവുക. എന്നിട്ട് അവിടെ പറഞ്ഞല്ലോ ഐ ഖലഖഹുന്നല്ലാഹു ഫഹുദിഫൽ മുസ്നദു ലിഅന്ന ഹാദൽ കലാമ ഇൻദ തഹഖുഖി മാ ഫുരിദ മിന ശർത്തി വൽ ജസായി ലയഖൂലുന്ന എന്ന ജസാഉം ലഇൻ സഅൽത എന്ന സുആലും ആ മാഫുരില ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ ചോദിക്കുകയും ജവാബ് പറയുകയും ചെയ്താൽ, അള്ളാഹു എന്ന് മറുപടി പറയുകയും ചെയ്താൽ, ആയത്തിലുള്ള ജവാബ് ലയഖൂലുന്നല്ലാഹു എന്നതാണ്. ഇൻ എന്ന ഷർത്തിന്റെ ജവാബേ, ഇൻ സഅൽത എന്നുള്ളത് ഷർത്തിയായ ജുംലയാണല്ലോ. അപ്പോൾ അതിന്റെ ജവാബ് ലയഖൂലുന്നല്ലാഹ്. അതായത് ആയത്തിൽ പറഞ്ഞ ഷർത്തും ജവാബും ഉണ്ടാവുകയാണെങ്കിൽ അള്ളാഹു എന്ന ഒരു മറുപടി പറയുമ്പോൾ ആ അള്ളാഹു എന്നത് ജവാബാണ്. അപ്പോൾ ഖലഖഹുന്ന എന്നതിനെ കളയാൻ അവിടെ കരീനത്തുണ്ട്. അതേപോലത്തെ ആയത്ത് തന്നെയാണ് ഇവിടെയും. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് കരീനത്തിന്റെ മേൽ ഇത്തിമാദ് ചെയ്യൽ ദഈഫായതുകൊണ്ട് പറഞ്ഞു അവിടെ കളയുകയും ചെയ്തല്ലോ എന്ന ചോദ്യം സ്വാഭാവികമായും ഉണ്ടാകും. ഇതിപ്പോ അല്ലാഹു തആല ഖുർആനിൽ ഒരു സ്ഥലത്ത് അല്ലാഹു എന്ന് പറഞ്ഞു, മറ്റേ സ്ഥലത്ത് ഖലഖഹുന്നൽ അസീസുൽ അലീം മുസ്നദിനെ കളഞ്ഞു, ഒരു സ്ഥലത്ത് പറഞ്ഞു. അങ്ങനെയാണ് ഹിക്കായത്ത് ചെയ്തത്. അപ്പോൾ കളയാൻ പറ്റുന്ന സ്ഥലത്ത് മുഖാത്തബ് ഈ കരീനത്തിനെ ഇത്തിമാദ് ചെയ്യൽ ലുഅഫില്ലാത്തോടത്ത് കളയാമെന്നും ലുഅഫ് ഉള്ളോടത്ത് എന്താണ് ഇഹ്തിയാത്ത് പറയലാണ് എന്നും മനസ്സിലായി. അതുകൊണ്ട് കരീനത്ത് ഉള്ളോടത്ത് എല്ലാ സ്ഥലത്തും മുസ്നദിനെ കളയാൻ പാടില്ല. ആ കരീനത്തിൽ നിന്ന് മുഖാത്തബ് മുസ്നദിനെ കണ്ടുപിടിക്കൽ, ഈ കരീനത്തിൽ നിന്ന് മുസ്നദിനെ മുഖാത്തബ് കണ്ടുപിടിക്കൽ അവനിക്ക് എളുപ്പം ആകുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അത് കവിയാണ്, ലുഅഫല്ല എങ്കിൽ പറയാം എന്നും അല്ല കളയാം എന്നും, അല്ലെങ്കിൽ പറയലാണ് ഇഹ്തിയാത്ത് എന്നും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ഈ രണ്ടായത്ത് രണ്ട് നിലയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ കളഞ്ഞു ഇവിടെ പറഞ്ഞു എന്ന ചോദ്യത്തിന് സ്ഥാനമില്ല. പിന്നെ മറ്റൊന്ന് ഒമിനത്തരീതി ബിഹുബാവത്തി സാമിഇന്റെ മന്ദബുദ്ധിയെ സൂചിപ്പിക്കലിനാലും. കാരണം അവിടെയും കളയാൻ പറ്റും, പക്ഷേ കളഞ്ഞാൽ ഇവനിക്ക് സാമിഇക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. മുസ്നദ് ഏതാണെന്ന് അവനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് അവനൊരു അന്തം കമ്മിക്കാരനാണ്, ഒരു മന്ദബുദ്ധിക്കാരനാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറയും. നഹ്വു മുഹമ്മദുൻ നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ജവാബി മൻ ഖാല, ഒരുത്തനോടുള്ള ജവാബിൽ കാലാവൻ പറഞ്ഞു മൻ നബിയുക്കും, ആരാണ് നിങ്ങളുടെ നബി? അവിടെ മുഹമ്മദും എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അവനിക്ക് തിരിയൂല, എന്താ പോയി പറഞ്ഞത്? നിങ്ങളൊരു നബി ആരാന്ന് ചോദിച്ചിട്ട് മുഹമ്മദും എന്ന് മാത്രം പറഞ്ഞാൽ അത് നബിയാണോ അല്ലേ എന്ന് അവനിക്ക് മനസ്സിലാവൂല. അവനോട് എന്ത് പറയേണ്ടി വരും? മുസ്നദിനെ പറയേണ്ടി വരും. അത് കഴിഞ്ഞു. പോയിരിതാരിക്ക ഇതല്ലാത്തതുപോലെയും പല ആവശ്യങ്ങൾക്ക് വേണ്ടി മുസ്നദിനെ പറയേണ്ടി വരും. കളയാൻ പറ്റുന്നോടത്ത് പറയേണ്ടി വരും എന്നർത്ഥം. അതാണ് പറഞ്ഞത്. കളയാൻ പറ്റുന്ന സ്ഥലത്ത് പറയേണ്ടി വരും ചില പ്രത്യേക കാരണങ്ങളാൽ. ഔലി അജ്ലി അൻ യതഅയ്യന കൗനുഹു ഇസ്മൻ, അല്ലെങ്കിൽ ആ മുസ്നദ് ഒരു ഇസ്മാവൽ നിർണയമാവുന്ന കാരണത്തിന് വേണ്ടി, അത് ഇസ്മാവൽ നിജമാവൽ എന്ന കാരണത്തിന് വേണ്ടി. ഔലി അജ്ലി അൻ യതഅയ്യന,
നിർണയമാവൽ എന്ന കാരണത്തിന് വേണ്ടി ബിദിക്രിൽ മുസ്നദി മുസ്നദിനെ പറഞ്ഞ കാരണം കൊണ്ട് കൗനുഹു ഇസ്മൻ അത് ഇസ്മാവൽ നിർണയമാവാൻ വേണ്ടി ഫയുഫീദു സുബൂത്ത അപ്പൊ സുബൂത്തിനെ ഫായിദ വെപ്പിക്കും. സെയ്ദുൻ ഖായിമുൻ സെയ്ദ് മുമ്പേ നിന്നു പോരുന്നവനാണ്, ഇപ്പോഴും നിൽക്കുകയാണ്, ഒരു പുതിയ നൃത്തം ഉണ്ടായതല്ല. ഔ ഫീലൻ അത് അല്ലെങ്കിൽ ഫീലാവൽ നിർണയമാവാൻ വേണ്ടി അപ്പോഴും പറയും. കളഞ്ഞാൽ ഇവിടെ ഇസ്മാണോ ഫീലാണോ എന്നറിയാൻ കഴിയൂല. അപ്പൊ ഇസ്മാണെന്നറിയിക്കാൻ ദവാമു സുബൂത്തിനെ ഇഫാദത്ത് ചെയ്യാനാണ് ഇസ്മാക്കുന്നത്. അല്ലെ ഫീലാണെന്നറിയിക്കാൻ അത് തജദ്ദുദിനെ ഫായിദ വെപ്പിക്കാൻ വേണ്ടി മുമ്പുണ്ടാകാത്ത ഒരു വസ്ഫ് ഇയാൾക്കൂടെ ഉണ്ടായി എന്നറിയിക്കാൻ വേണ്ടി. അതറിയിക്കണമെങ്കിൽ അത് ഫീലായിട്ട് പറയണം, ഫീലിയ ജുംലയായിട്ട് പറയണം. അതാണ് ഔ ഫീലൻ അലി ഫീലാവൽ നിർണയമാവാൻ വേണ്ടി ഫയുഫീദു തജദ്ദുദ അപ്പോൾ തജദ്ദുദിനെ ഫായിദ വെപ്പിക്കും. ആ വിഷയം അവിടെ കഴിഞ്ഞു. ഇനി അമ്മാ ഇഫ്റാദുഹു മുസ്നദിനെ മുഫ്രദാക്കൽ. മുബത്തദ ഖബറിന്റെ ബാബില് ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വമുഫ്റദൻ യഅതി വയഅതി ജുംല ഹാവിയതൻ മഅനല്ലദീ സീഖത്ലാ വഇൻ തകുന്നിയാഹു മഅനാൻ ഇക്തഫാ ബിഹാ കനുതഖില്ലാഹു ഹസിബി വഖഫാ. മുഫ്റദ് മുസ്നദിനെ മുഫ്രദാക്കൽ. ഇവിടെ മുഫ്രദ് കൊണ്ടുള്ള മുറാദ് എന്താണെന്ന് നമ്മൾ ചൊല്ലിയതായ ബൈത്ത് അൽഫയിൽ നോക്കിയാൽ മനസ്സിലാക്കാം. ഓ മുഫ്റദൻ എന്ന് പറഞ്ഞു കൊടുത്ത് അവിടെ ശറഹിൽ പറഞ്ഞിട്ടുണ്ട്, വൽ മുറാദു ബിൽ മുഫ്റദി മാലിൽ അവാമിലി തസല്ലുത്തുൻ അലാ ലഫ്ളിഹി നഹ്വു ഹാദാ സൈദുൻ. ഇവ സൈദ് മുഫ്റദാണ്. ഔ ഗുലാമു സൈദ് എന്തായി ഹാദാ ഗുലാമു സൈദിൻ. ഗുലാമു സൈദും മുഫ്റദാണ്, അത് ജുംല അല്ല എന്നർത്ഥം. ഗുലാമു സൈദ് അത് ഇലാഫിയായ മുറക്കബാണല്ലോ. ഔ കായിമുൻ അബൂഹു സൈദുൻ കായിമുൻ അബൂഹു. ഈ കായിമുൻ അബൂഹു മുഫ്റദാണ്. അതേ സമയത്ത് സൈദുൻ കാമ അബൂഹു എന്നുള്ളത് ജുംലയാണ്. കായിമുൻ അബൂഹു സ്വയം നിലനിൽപ്പില്ലാത്തത് കൊണ്ട് അത് മുഫ്റദാണ്. കാമ അബൂഹുന് സ്വന്തം നിലനിൽപ്പുണ്ട്, അതുകൊണ്ടത് ജുംലയാണ്. ഔ നാരിബുൻ അബൂഹു അമ്രൻ. അപ്പോൾ നാരിബുൻ അബൂഹു അമ്രൻ എന്നുള്ളതും എന്താണ് മുഫ്റദാണ്. ഇവിടെയൊക്കെ ഈ സെയ്ദ് ഹാദ എന്ന മുത്തദാക്കുന്നുണ്ട്, തഅ്സീറുണ്ട് ഇതിൻ്റെ മേൽ. കാരണം നാരിബുൻ അബൂഹു അമ്രൻ എന്നുള്ളത് സ്വന്തം നിലനിൽപ്പില്ലാത്തൊരു കലിമത്താണത്. അതേ സമയത്ത് സയ്യിദുൻ സയ്യിദാവുന്നത് ലറബ അബൂഹു അമ്രാ, അത് ജുംലയുമാണ്. ഈ ലാരിബിന്റെ സ്ഥാനത്ത് ലറബയാണെങ്കിൽ ജുംലയായി, ലാരിബ് ഒസ്ഫായത് കൊണ്ടാണ് ഇവിടെ മുഫ്രദായത്. അത് വ മുഫ്റദൻ യഅതി വയഅതി ജുംല. വ മുഫ്റദൻ എന്ന ആ ബൈത്തിന്റെ ആ ലഫ്ളിന്റെ ശറഹിൽ നോക്കിയാൽ ശരിക്കും മനസ്സിലാകും. ആവശ്യമുള്ളവർ അങ്ങോട്ട് പോയാൽ മതി. അതാണ് മുഫ്റദ്. പോട്ടെ. അമ്മാ ഇഫ്റാദുഹു അപ്പോൾ മുസ്നദിനെ മുഫ്റദാക്കൽ. ഐ ജഅലുൽ മുസ്നദി മുസ്നദിനെ എന്താക്കൽ, വൈറ ജുംലത്തിൻ ജുംല അല്ലാത്തതാക്കൽ. അപ്പോൾ ഇവിടുത്തെ മുഫ്റദിൽ മുസന്ന പെടും, ജമ്മ് പെടും, മുറക്കബ് ഇദാഫിയായ മുറക്കബും തൗസീഫിയായ മുറക്കബും എല്ലാ മുറക്കബും പെടും. അതുപോലെ തന്നെ വസ്ഫ് അതിൻ്റെ മർഫൂഓടുകൂടെ അതൊക്കെ മുഫ്രദിൽപ്പെട്ടതാണ്, ജുംലയല്ല. എന്ത് സയ്യിദുൻ ഖായിമുൻ അബൂഹു അതെല്ലാം മുഫ്രദിൽപ്പെട്ടതാണ്. അത് ഐ ജഅലുൽ മുസ്നദി ഗൈറ ജുംലത്തിൻ മുസ്നദിനെ ജുംല അല്ലാത്തതാക്കൽ ഫലി കൗനിഹി ഗൈറ സബബിയ്യിൻ ആ മുസ്നദ് സബബിയ്യ് അല്ലാത്തതായതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ സബബിയ്യ് ആണെങ്കിൽ എന്താക്കും, ജുംലയാക്കണം. അത് നിർബന്ധമാണ്. സബബിയ്യ് എന്ന് പറയാൻ കാരണം ഈ സബബ് എന്ന് പറഞ്ഞാൽ സബബിലേക്ക് നിസ്ബയാണ് സബബിയ്യ്. അതിൻ്റെ തഫ്സീർ പിന്നീട് വരുന്നുണ്ട്.
എന്താ സബബി എന്ന് പറയാൻ കാരണം? ഈ സബബ് എന്ന് പറഞ്ഞാൽ അത് ലമീർ എന്നാണ് ഇവിടെ ഉദ്ദേശം. ലമീറിനക്ക് സബബ് എന്ന് പേര് വെക്കാൻ കാരണം ലുഗവിയായ സബബിനോട് ഈ ലമീറിന് ശബഹുണ്ട്. അല്ലദി വൽ ഹബ്ലു, ലുഗവിയായ സബബ് എന്താ? കയറ്. കയറെന്തിനാ? കയറുകൊണ്ട് ഒന്നിനെ മറ്റൊന്നിനോട് കൂട്ടിക്കെട്ടും പോലെ, ബന്ധിപ്പിക്കുന്നത് പോലെ ഈ മുസ്നദിൽ ഒരു ലമീർ ഉണ്ട്. ആ ലമീർ എന്താകും? മുസ്നദിനെ മുസ്നദ് ഇലൈഹിയോട് ബന്ധിപ്പിക്കും. അപ്പോൾ ഒരു ചോദ്യം, സയ്യിദുൻ ഖായിമുൻ, അത് മുഫ്രദാണല്ലോ, സബബി അല്ല, അതിലൊരു ലമീർ ഇല്ലേ? അത് ഇവിടെ പറയാൻ പോകുന്നുണ്ട്. ഈ ലമീർ എന്ന് പറഞ്ഞാൽ മുസ്നദ് ഇലൈഹിയുമായി ബന്ധമില്ലാത്ത മുസ്നദിനെ മുസ്നദ് ഇലൈഹിയുമായി ബന്ധിപ്പിക്കൽ. അതായത് ഈ മുസ്നദ് ആരുടെ വസ്ഫല്ല? മുസ്നദ് ഇലൈഹിന്റെ വസ്ഫല്ല. സയ്യിദുൻ ഖായിമുൻ എന്ന് പറഞ്ഞാൽ ഖായിം എന്ന മുസ്നദ് ഇലൈഹിയായ സയ്യിദിന്റെ വസ്ഫാണ്. അതേ സമയത്ത് സയ്യിദുൻ ഖാമ അബൂഹു എന്ന് പറഞ്ഞാൽ അത് സബബിയാണ്, സബബിയായ ജുംലയാണത്. അത് എന്തുകൊണ്ട് സബബിയായി? സയ്യിദാവുന്നത് ഖാമ അബൂഹു, അവന്റെ വാപ്പ നിന്നിരിക്കുന്നു. അപ്പൊ ഖിയാം എന്ന വസ്ഫ് ആരുടേതല്ല? സയ്യിദിൻ്റെതല്ല. അപ്പൊ മുസ്നദ് ആരുടേതല്ല? മുസ്നദ് ഇലൈഹിയുടേതല്ല. അങ്ങനെയുള്ളൊരു മുസ്നദിനെ മുസ്നദ് ഇലൈഹിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു ലമീർ ഈ ജുംലയിൽ ഉണ്ടാകും. ആ ലമീറിന് സബബ് എന്ന് പേര് പറഞ്ഞു. എന്തുകൊണ്ട്? ലുഗവിയായ സബബിനോട് ശബഹുള്ളത് കൊണ്ട്. കാരണം മറ്റൊരാളുടെ വസ്ഫായ ഖിയാമിനെ സയ്യിദുമായി ബന്ധിപ്പിക്കുകയാണ്. സയ്യിദല്ലാത്ത മറ്റൊരാളുടെ വസ്ഫായ ഖിയാമിനെ, ഖിയാമ് എന്നുള്ളൊരു ഉദാഹരണമാണ്. ലെറുബായാലും വേണ്ടിയില്ല, ജുലൂസായാലും ശരി, എന്തായാലും ശരി, മറ്റൊരാളുടെ വസ്ഫിനെ മറ്റൊന്നിനോട് ബന്ധിപ്പിക്കൽ. ആ ബന്ധിപ്പിക്കുന്ന ലമീർ ഒരു കനമുള്ള ലമീർ ആവണം. അതുകൊണ്ടാണ് അതിന് സബബി എന്ന് പേര് വെക്കാറുള്ള കാരണം. ആ ലമീറിന് സബബ് എന്ന് പറയാനുള്ള കാരണം അങ്ങനത്തെ ലമീർ ഉള്ളത് കൊണ്ടാണ് സബബി എന്ന് പറഞ്ഞത്. അതിന് ഉദാഹരണം പിന്നീട് വരുന്നുണ്ട്. സബബിയ ജുംലന്റെ തഫ്സീറും പിന്നീട് വരുന്നുണ്ട്. അപ്പൊ സബബി അല്ലാത്തതിന് വേണ്ടിയിട്ടാണ് എന്താക്കുന്നത്? മുഫ്രദാക്കുന്നത്. സബബി ആണെങ്കിൽ ജുംലയാക്കും. പിന്നെ മഅ അദമി ഇഫാദത്തി തഖവ്വിൽ ഹുക്മി, ഹുക്മിനെ ശക്തിപ്പെടുത്തലിനെ തെർക്കീബ്, അതായത് മുസ്നദ് എന്ന തെർക്കീബ് കലാമ് ഫായിദ വെപ്പിക്കാതിരിക്കലോടുകൂടി, കലാമ് ഹുക്മിനെ ശക്തിപ്പെടുത്തലിനെ ഫായിദ വെപ്പിക്കാതിരിക്കലോടുകൂടിയും, അതായത് മുസ്നദിന്റെ നഫ്സ്, മുസ്നദാകുന്ന ആ തെർക്കീബ് ഹുക്മിനെ ശക്തിപ്പെടുത്തലിനെ ഫായിദ വെപ്പിക്കാതിരിക്കലോടുകൂടിയും. തഖവ്വിൽ ഹുക്മ് എന്നുള്ളത് മഫ്ഊലിലേക്ക് ഇഫാദത്ത് എന്ന മസ്തറിനെ ഇലാഫത്ത് ചെയ്തു. കാരണം മസ്തറിനെ ഫായിലിനെ കളയൽ ജായിസാണ്. വഹദുഫു ഫാഇലിൻ ഹുനാ ലാ യംതനിഉന, മഫ്ഊലിലേക്ക് ഇലാഫത്ത് ചെയ്യുമ്പോൾ മസ്തറിന്റെ ഫായിലിനെ കളയൽ ജായിസാണ്. അപ്പോൾ എന്തായി? തഖവ്വിൽ ഹുക്മിനെ ഇഫാദത്ത് ചെയ്യുന്ന സമയത്ത് മുസ്നദ് ജുംലയാവണം, സബബി ആകുമ്പോഴും ജുംലയാവണം. ഇത് രണ്ടും അല്ലാത്ത സമയത്താണ് മുഫ്രദാക്കൽ. അപ്പോൾ എന്തായി? മുഫ്രദാക്കണമെങ്കിൽ ഈ രണ്ട് ഷർത്ത് വേണം. സബബിയും ആവരുത്, തഖവ്വിൽ ഹുക്മുനെ ഇഫാദത്ത് ചെയ്യുകയും ചെയ്യരുത്. എങ്കിലേ മുഫ്രദാക്കുകയുള്ളൂ. അതേ സമയത്ത് സബബിയും അല്ല, തഖവ്വിൽ ഹുക്മിനെ ഇഫാദത്ത് ചെയ്യണം ഇല്ല എങ്കിൽ അത് മുഫ്രദാവൽ നിർബന്ധമില്ല.
മുഫ്രദാവണമെങ്കിൽ മുഫ്രദാക്കണമെങ്കിലുള്ള ഷർത്ത് ഇത് രണ്ടെണ്ണമാണ്. അതുകൊണ്ട് ഷർത്തുള്ളോടത്തൊക്കെ മശുറൂത്തുണ്ടായിക്കൊള്ളണമെന്നില്ല. മശുറൂത്തിന് ഈ ഷർത്ത് ആവശ്യമാണ്. മുഫ്രദാക്കണമെങ്കിൽ സബബിയും ആവരുത്, തഖവ്വീൽ ഹുക്മിനെ ഇഫാദത്ത് ചെയ്യുകയും ചെയ്യരുത്. ഇത് രണ്ടും ഇല്ലാത്തോടത്തൊക്കെ, അതായത് സബബിയും അല്ല, തഖവ്വീൽ ഹുക്മിനെ ഇഫാദത്ത് ചെയ്യുന്നും ഇല്ല, അങ്ങനെ ആകുന്നോടത്ത് മുസ്നദിനെ മുഫ്രദാക്കൽ നിർബന്ധമൊന്നും ഇല്ല. അത് ജുംലയായിട്ടും വരാം. അതേ സമയത്ത് സബബിയായാൽ അത് ജുംലയാവൽ നിർബന്ധമാണ്. തഖവ്വീൽ ഹുക്മിനെ ഇഫാദത്ത് ചെയ്യുന്നുണ്ടോ അപ്പോഴും ജുംലയാവൽ നിർബന്ധമാണ്. ജുംലയായി വന്നോടത്തൊക്കെ ഇത് ഉണ്ടാകണമെന്നുമില്ല, സബബിയാവണമെന്നില്ല. അതുപോലെ തഖവ്വീൽ ഹുക്മിനെ ഇഫാദത്ത് ചെയ്യണം എന്നുമില്ല. മനസ്സിലാക്കാം. ഇപ്പോൾ പറഞ്ഞത് മുഫ്രദാക്കണമെങ്കിൽ ഈ രണ്ട് ഷർത്ത് വേണം. സബബി ആവരുത്, തഖവ്വീൽ ഹുക്മിനെ ഇഫാദത്ത് ചെയ്യുകയും ചെയ്യരുത്. എന്ന് വെച്ചാൽ തഖവ്വീൽ ഹുക്കുമും ഇഫാദത്ത് ചെയ്യുന്നില്ല എങ്കിലും ഇഫാദത്ത് ചെയ്യാത്തോടത്തും സബബി അല്ലാത്തോടത്തും മുഫ്രദാക്കൽ നിർബന്ധമില്ല. മുഫ്രദാക്കണമെങ്കിൽ ഇത് രണ്ടും വേണം. ഇനി മറിച്ചും ചിന്തിക്കാം. ഏത്? സബബി ആയാൽ ജുംലയാവൽ നിർബന്ധമാണ്, തഖവ്വീൽ ഹുക്കുമുള്ളോടത്തും ജുംലയാവൽ നിർബന്ധമാണ്. അതേ സമയത്ത് സബബിയും അല്ല, തഖവ്വീൽ ഹുക്മിന് ഇഫാദത്ത് ചെയ്യുന്നുമില്ലാത്തോടത്ത് മുഫ്രദാക്കൽ നിർബന്ധമില്ലെങ്കിൽ അവിടെ ജുംലയുമാവാം, ഇഫ്രാദും വരാം. ഒരു കലാമ്, ഒരു മുസ്നദിലേക്ക്, ഈ മുസ്നദ് എന്തല്ല? സബബി അല്ല, തഖവ്വീൽ ഹുക്മിനെ ഇഫാദത്ത് ചെയ്യുന്നും ഇല്ല എങ്കിൽ അവിടെ മുസ്നദ് മുഫ്രദായിട്ടും വരാം, ജുംലയായിട്ടും വരാം. അങ്ങനല്ലേ? മുഫ്രദാക്കണമെങ്കിൽ ഇത് രണ്ടും ഉണ്ടാകരുത് എന്നല്ലേ? അതെ. സബബിയും ആവരുത്, തഖവ്വീൽ ഹുക്മിനെ ഇഫാദത്ത് ചെയ്യുകയും ചെയ്യരുത്. അപ്പോഴാണ് മുഫ്രദാക്കൽ. അപ്പോൾ രണ്ടും ഇല്ലാത്തോടത്ത് മുഫ്രദാക്കൽ നിർബന്ധമില്ല, മുഫ്രദാവുകയും ചെയ്യാം, ജുംലയാവുകയും ചെയ്യാം. മുഫ്രദിനുള്ള ഷർത്ത് മുഫ്രദാക്കണമെങ്കിൽ ഇത് രണ്ടും ഉണ്ടാകരുത് എന്നാണ്. പിന്നെ ഇത് ലൗകാന സബബിയൻ, മുസ്നദ് സബബി ആവുകയാണെങ്കിൽ, നഹ്വു സയ്യിദുൻ ഖാമ അബൂഹു എന്ന് പറയും പോലെ അവിടെ സബബിയായി. കാരണം സയ്യിദ് മുബ്തദ, ഖാമ ഫീൽ, അബൂ ഫായിൽ, ഹു മുദാഫിൻ ഇലൈഹി. ഈ ഖാമ അബൂഹു എന്ന മുസ്നദ് ഈ ഖിയാമ സയ്യിദിന്റെ വസ്ഫല്ല, പക്ഷെ സയ്യിദുമായി ബന്ധമുള്ള മറ്റൊരാളുടെ വസ്ഫാണ്. സയ്യിദുമായി ബന്ധമുള്ള മറ്റൊരാളുടെ വസ്ഫാണ്. അതുകൊണ്ട് സെയ്ദിന്റെ വസ്ഫല്ലാത്ത ഖിയാമിനെ സെയ്ദുമായി ബന്ധിപ്പിച്ചു. അബൂഹു എന്ന് പറഞ്ഞ ആ ലമീർ മുസ്നദ് ഇലൈഹിലേക്ക് മടങ്ങുന്ന ലമീറിലേക്ക് മുസ്നദിന്റെ ഫായിലിനെ ഇളാഫത്ത് ചെയ്യുക. മുസ്നദ് ഇലൈഹിലേക്ക് മടങ്ങുന്ന ലമീറിലേക്ക് മുസ്നദിന്റെ ഫായിലിനെ ഇളാഫത്ത് ചെയ്യുക. ഇതാണ് സബബിയ്യ്. ഈ ആയത് ഈ ജുംലയിൽ മുസ്നദ് ഇലൈഹി ആവാൻ പാടില്ല. അത് പിന്നീട് വരുന്നുണ്ട്. കാമ അബൂഹു എന്നുള്ളത്, അബൂഹു ഒരു വൈറാണ് ഫായില്. മുസ്നദ് ഇലൈഹിലേക്ക് മടങ്ങുന്ന ലമീർ ഈ ജുംലയിൽ മുസ്നദ് ഇലൈഹി ആകാനും പാടില്ല. ഇതാണ് സബബി എന്ന് പറഞ്ഞാൽ. ഔ മുഫീദൻ ലി തഖവ്വി, അല്ലെങ്കിൽ തഖവ്വിയെ ഫായില വെപ്പിക്കുന്നതാണെങ്കിൽ നൗ സൈദുൻ ഖാമ, അവിടെ എന്താ ഇസ്നാദിന്റെ തക്രാറുള്ളത് കൊണ്ട്
കാമന സെയ്ദിലേക്ക് മടങ്ങുന്ന ദമീറിലേക്ക് ഇസ്നാദ് ചെയ്തു, രണ്ടിനെയും കൂടി സെയ്ദിലേക്ക് ഇസ്നാദ് ചെയ്തു. രണ്ട് ഇസ്നാദ് അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഫവ ജുംലത്തുൻ ഖത്അൻ, അത് ഉറപ്പായിട്ടും തന്നെയാണ് ജുംല തന്നെയാണ്. അപ്പൊ സബബിയാകുമ്പോഴും ജുംലയാവണം, തക്കവിൽ ഹുക്മിനെ ഫായിദ വെപ്പിക്കുന്ന സമയത്തും ജുംലയാവണം. അപ്പോൾ എന്തായി? ഇത് രണ്ടും ഉണ്ടെങ്കിൽ, ഇത് രണ്ടാൽ ഒന്നുണ്ടെങ്കിൽ ജുംലയാവൽ നിർബന്ധമാകുമ്പോൾ ഇത് രണ്ടും ഇല്ലാത്തോടത്തെ എന്തുണ്ടാവുള്ളൂ? മുഫ്രദാവുകയുള്ളൂ. ഇത് രണ്ടും ഇല്ലാത്തോടത്ത് മുഴുവനും മുഫ്രദാവൽ നിർബന്ധമില്ല. മുഫ്രദാക്കണമെങ്കിൽ ഇത് രണ്ടും ഇല്ലാതെയാവണം, സബബിയും അല്ലാതെയാവണം. തക്കവിൽ ഹുക്മിനെ ഇഫാദത്ത് ചെയ്യുകയും ചെയ്യരുത്. അതേ സമയത്ത് തക്കവിൽ ഹുക്കുമോനെ ഇഫാദത്ത് ചെയ്യുന്നുമില്ല, സബബിയും അല്ലെങ്കിൽ അവിടെ മുഫ്രദാക്കൽ നിർബന്ധമില്ല. അവിടെ മുഫ്രദായിട്ടും വരാം, ജുംലയായിട്ടും വരാം കേട്ടോ. പിന്നെ